വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്ക് റെസിപ്പി നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ടൊന്ന് മെൽറ്റാക്കാം. ഇതിലേക്ക് നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു സൈഡൊന്ന് വാടി വന്നാലും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒരുപോലെ വാടി കിട്ടിയാൽ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തതും കുറച്ച് കിസ്മിസ് കൂടി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് ചിരുവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2-3 മിനിറ്റ് മിക്സ് ആക്കി എടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി 2 മുട്ടയിലേക്ക് 2 നുള്ളി ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി സോസ് പാനിൽ കുറച്ച് നെയ്യ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വാട്ടി വെച്ചിട്ടുള്ള പഴം ഫസ്റ്റ് ലെയറായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെയും മൈദയുടെയും കൂടി 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് തേങ്ങയുടെ ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. സൈഡിലേക്ക് അധികം ആവാത്ത രീതിയിൽ വേണം ആക്കി കൊടുക്കാൻ. ഇനി തേങ്ങ കവർ ചെയ്യുന്ന രീതിയിൽ ബാക്കിയുള്ള പഴം വാട്ടിയത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ മുട്ടയുടെയും മൈദയുടെയും കൂട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ നാക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ. മുകൾ ഭാഗം ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്കിതൊരു നെയ്യ് തടവിയിട്ടുള്ള പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ആ സൈഡ് കൂടി ഒന്ന് മൊരിഞ്ഞു വന്നാൽ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ചെറു ചൂടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്യണേ.